ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശുക്രന്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ്. 2026 മാർച്ച് മാസം 25-ാം തീയതി മുതൽ ഏപ്രിൽ മാസം 10-ാം തീയതി വരെ ശുക്രൻ മേടം രാശിയിൽ സ്ഥിതി ചെയ്യും. മേടം രാശിയിൽ ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് അഭിവൃദ്ധികൾ വന്നു ചേരുന്ന രാശിക്കാരും നക്ഷത്രക്കാരും ഏതൊക്കെയെന്നാണ് വിചിന്തനം ചെയ്യുന്നത്. ശുക്രൻ എന്ന് പറയുമ്പോൾ അത് കലയുടെ കാരകനാണ്, വാഹനത്തിൻ്റെ കാരകനാണ്. അതുപോലെ തന്നെ വിവാഹത്തിൻ്റെയും ദാമ്പത്യ ജീവിതത്തിൻ്റെയും സുഖത്തിൻ്റെയും ഒക്കെ കാരകനാണ്. അതുപോലെ തന്നെ ഗൃഹനിർമ്മാണത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഈ ശുക്രഗ്രഹം മേടം രാശിയിൽ വരുമ്പോൾ ഏതേത് രാശിക്കാർക്ക്, ആ രാശിക്കാരായിരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് വിചിന്തനം ചെയ്യുന്നത്. അതായത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് അറിയാം, ഏതൊരു വ്യക്തികളെയും ഒന്ന് ആകർഷിക്കുക, അതിനു വേണ്ട തേജസ്സും ഓജസ്സും ധൈര്യവും ഒക്കെ തരിക, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രഹമാണ് ശുക്രഗ്രഹം. ശുക്രൻ ഇടവം രാശിയുടെയും തുലാം രാശിയുടെയും അധിപനാണ്. അങ്ങനെയുള്ള ആ ശുക്രൻ മേടം രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ആ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഏർപ്പെടുന്ന രംഗങ്ങൾ ഏതാണോ ആ രംഗങ്ങളിൽ അഭിവൃദ്ധികൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. പ്രധാനമായിട്ട് കലാരംഗവുമായി ബന്ധപ്പെട്ടോ മറ്റ് സയൻറ്റിഫിക്കലായിട്ട് ആർക്കിടെക്ചേഴ്സ് വിഭാഗത്തിലും സാങ്കേതിക വിദ്യാ രംഗത്തിൽ പൊതുവെയും മെഡിക്കൽ രംഗങ്ങളിലുമൊക്കെ അത് നല്ല വിജയങ്ങൾ കൊണ്ടെത്തരും. മറ്റൊരു രാശിക്കാരാണ് മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3-4 പാദങ്ങളും തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന മിഥുനം രാശിക്കാർക്ക് 11-ാമിടത്തേക്ക് 5-ാം ഭാവാധിപത്യം കൂടിയുള്ള ശുക്രൻ വരുമ്പോൾ അത് ഭ്രംശസ്ഥാനത്തിൻ്റെ ആധിപത്യമാണ്. അത് സ്വന്തം നാട് വിട്ട് നിൽക്കുന്നവർക്കൊക്കെ ഏതെങ്കിലും തരത്തിലൊരു ഗുണങ്ങൾ വന്നിച്ച്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക്, കലാകാരന്മാരായിരിക്കുന്നവർക്ക്, പ്രതിഭകളായിരിക്കുന്നവർക്ക്, എഴുത്തുകാരായിരിക്കുന്നവർക്ക്, അതുപോലെ തന്നെ ചിത്രരചനയുമായി ബന്ധപ്പെട്ട് സാഹിത്യകാരന്മാർക്കൊക്കെ മറ്റ് അഭിനയിക്കുന്നവർക്ക് ഒക്കെ ഒരു തേജസ് വരികയും പുതിയ പുതിയ ഒരു ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നതിനുമൊക്കെ ഈ ശുക്രൻ്റെ ഈ മേടം രാശി സ്ഥിതി കൊണ്ട് അഭിവൃദ്ധികൾ കാണുന്നുണ്ട്. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണരത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെ മേടത്തിലെ സ്ഥിതി കൊണ്ട് വളരെയധികം അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളുമാണ് വന്നു ചേരുക. അതായത് കർക്കിടകം രാശിക്കാർക്ക് തൊഴിൽ സ്ഥാനമായ 10-ാം ഭാവത്തിലാണ് വരുന്നത്. അത് 11-ാം ഭാവത്തിൻ്റെയും സുഖസ്ഥാനത്തിൻ്റെയും ആധിപത്യമുള്ള ആ ശുക്രൻ തൊഴിൽ സ്ഥാനത്ത് വരുമ്പോൾ പല വിധത്തിലും അത് നേട്ടങ്ങൾ ഉണ്ടാക്കും. അത് 4-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ വാഹനം വാങ്ങുന്നതിനോ ഗൃഹം വാങ്ങുന്നതിനോ ഉള്ളത് പുതുക്കിപ്പണിയുക, വാഹനമായാലും ഗൃഹമായാലും, അല്ലെങ്കിൽ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കുക, ഡിസൈനിങ് ചെയ്തെടുക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള ഭാഗ്യങ്ങൾ വാഹന കാര്യത്തിലും ഗൃഹഭാഗത്തിലുമുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റങ്ങൾ വന്നു ചേരുക, ശമ്പള വർധനവ് വന്നു ചേരുക, ആഗ്രഹങ്ങൾ സാധിക്കുന്ന രീതിയിലുള്ള പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്ന യുവതി യുവാക്കൾക്കും മധ്യവയസ്കർക്കും ഒക്കെ ഒരു ജോലി കിട്ടുക, അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടി ആ സ്ഥാനത്ത് കയറുന്നതിനും ഒക്കെ നല്ല യോഗമുള്ള കാര്യമാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാര്യം. മറ്റൊരു രാശിക്കാരാണ് ചിങ്ങം രാശിക്കാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം തൊഴിൽ സ്ഥാനത്തിൻ്റെ ആധിപത്യം കൂടിയുള്ള ആ ശുക്രനാണ് ഭാഗ്യസ്ഥാനമായ 9-ാമിടത്ത് വന്നിരിക്കുന്നത്. അത് പല കാര്യങ്ങൾക്കും അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും ഒക്കെ കൊണ്ടെത്തരും. അതായത് കലയുടെ കാരകനാണ്, ദാമ്പത്യ കാരകനാണ്, വാഹനത്തിൻ്റെ കാരകനാണ്. അത് ഭാഗ്യസ്ഥാനത്ത് വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അതായത് നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ
അതുപോലെ തന്നെ വാഹന കാര്യങ്ങളിലോ കലാരംഗവുമായി ബന്ധപ്പെട്ട് ഉള്ള വർക്കുകൾ ചെയ്യുന്നവർ അനവധിയാണ്. അവർക്കൊക്കെ അതിനുള്ള മികവ് പുലർത്തുന്നുണ്ടാകുന്നതിനും ഒക്കെ ഒരു അപ്രതീക്ഷിതമായ ഭാഗ്യം വന്നു ചേരും. അതായത് നിങ്ങൾ ഈ നക്ഷത്രക്കാർ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് അത് അധപ്പതിച്ച് കിടക്കുകയായിരുന്നു എന്ന് വരികിൽ അത് പുനർജീവിക്കുന്നതിനും പ്രോഗ്രസീവായ രീതിയിൽ ലാഭങ്ങളും വന്നു ചേരുന്നതിനുമൊക്കെ യോഗമുണ്ട്. അതിനുള്ള ഭാഗ്യം വന്നു ചേരുക തന്നെ ചെയ്യും. മറ്റൊരു രാശിക്കാരാണ് തുലാം രാശിക്കാർ. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3-4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ലതാണ്. അതായത് രാശിയുടെ അധിപനാണ്. ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് പ്രസിദ്ധി വന്നു ചേരുക, ശ്രേയസ് വന്നു ചേരുക, സുഹൃത്തുക്കളുടെയും സഹോദരസ്ഥാനീയരുടെയും മേലധികാരികളുടെയും അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെയും ഒക്കെ ഒരു സപ്പോർട്ട് കിട്ടുക, ദാമ്പത്യ ജീവിതം പൊതുവെ ഐശ്വര്യപൂർണ്ണമായിരിക്കുക. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്കാണ് എങ്കിൽ പോലും ഒരു വിവാഹം വന്ന് വാക്കാകുവാനും ഒക്കെ ശുക്രൻ നിവൃത്തി സ്ഥാനമായ ദാമ്പത്യ ഭാവത്തിൽ നിൽക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണ്. ശുക്രന്റെ നേർദൃഷ്ടി രാശിയിലേക്കുള്ളതിനാൽ ആരോഗ്യവും ഒക്കെ വർദ്ധിക്കുകയും സൗന്ദര്യം വർദ്ധിക്കുന്നതിനും ഉന്മേഷം വർദ്ധിക്കുന്നതിനും ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ രോഗങ്ങളൊക്കെ ചികിത്സകളൊക്കെ ഫലിക്കുക, മരുന്നുകൾ ഫലിക്കുക, രോഗങ്ങൾ മാറുക, അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരും. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം 11-ാം ഭാവം ഏറ്റവും കൂടുതൽ ആഗ്രഹങ്ങൾ പൂർത്തിയാകേണ്ട ഭാവം. ആ ഭാവത്തിൻ്റെ അധിപനാണ് ശുക്രൻ. അങ്ങനെയുള്ള ശുക്രൻ 5-ാം ഭാവമായ ഭാഗ്യഭാവത്തിൽ നിൽക്കുമ്പോൾ അത് വളരെ നല്ലതാണ്. പ്രജ്ഞ, പ്രതിഭ, മേധ, വിവേകശക്തി, പുരാതനം, പുണ്യം, മന്ത്ര, മാതൃതലജ, ചിന്തനീയം, പഞ്ചമപാത എന്ന പ്രമാണപ്രകാരം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക്, ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർ, ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർ, അങ്ങനെ പങ്കെടുത്ത് നല്ല മാർക്ക് വാങ്ങിക്കുന്നതിനും ഉപരിപഠനത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും പോകുന്നതിനും അതുപോലെ തന്നെ പഠിച്ച് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇറങ്ങി ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പുതിയ ഒരു നല്ല സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ ഒരു ജോലിയിൽ പ്രവേശിക്കുവാനും അതുപോലെ മനസ്സിൽ ഇണങ്ങിയ രീതിയിൽ ചില പ്രണയ സാഫല്യങ്ങൾ ഉണ്ടാകുക. ദീർഘനാളുകളായിട്ട് പ്രണയമൊക്കെയാണ്, എന്നാലും അത് വിവാഹത്തിൽ കലാശിക്കുന്നില്ല, അല്ലെ വിവാഹത്തോട് അടുക്കുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പ്രണയത്തിലൂടെ ഒരു വിവാഹം വന്ന് വാക്കാകുക. അതുപോലെ തന്നെയാണ് ദമ്പതികളായിട്ടുള്ളവർ പെട്ടെന്ന് സ്ത്രീകളാണെങ്കിൽ ഒരു പുരുഷൻ വന്നു കണ്ടു, അല്ലെങ്കിൽ പുരുഷനാണെങ്കിൽ ഒരു പെൺകുട്ടിയെ പോയി കണ്ടു, പെട്ടെന്ന് ഒരു ഇഷ്ടം തോന്നി. അങ്ങനെ ഒരു ആകർഷണം വർദ്ധിക്കുന്നതിന് ഈ ധനുരാശിക്കാർക്ക് യോഗമുണ്ട്. അതുമൂലം വിവാഹം പെട്ടെന്ന് നടക്കുവാനൊക്കെ അനുകൂലമായിട്ട് വാക്കാകുവാനും ഒക്കെ ദാമ്പത്യ ജീവിതത്തിലും അനുകൂലമാണ്. തൊഴിൽപരമായിട്ട് ധനപരമായിട്ടും ഒക്കെ അത് അഭിവൃദ്ധികൾ വന്നു ചേരുകയും ചെയ്യും. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ശുക്രന്റെ രാശി മാറ്റം, അതായത് മേടം രാശി സ്ഥിതി കൊണ്ട് വളരെ ഐശ്വര്യപ്രദമാണ്. അതായത് ഈ മകരം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം തൊഴിൽ സ്ഥാനത്തിൻ്റെ ആധിപത്യവും അതുപോലെ തന്നെ പ്രതിഭാസ്ഥാനത്തിൻ്റെ ആധിപത്യവുമുണ്ട്. 5-ാം ഭാവാദിവും 10-ാം ഭാവാദിവും അത് കേന്ദ്ര ത്രികോണാധിപനായിരിക്കുന്ന ശുക്രൻ അത് രാജയോഗകാരകനായിട്ട് സുഖസ്ഥാനമായ 4-ാമടത്ത് രാശിയുടെ കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായ പല ഭാഗ്യങ്ങളും വന്നു ചേരും. അല്പസ്വല്പം കടം വാങ്ങിയിട്ടായാലും ഗൃഹം പുതുക്കിപ്പണിയോ പുതിയത് വാങ്ങുകയോ ഗൃഹം വന്നു ചേരുകയോ അല്ലെങ്കിൽ ഒരു വാഹനം വന്നു ചേരുകയോ ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണ്ണമായ കുടുംബജീവിതം നയിക്കുക, ഗൃഹോപകരണങ്ങൾ വന്നു ചേരുക, ആഭരണങ്ങൾ വന്നു ചേരുക, വസ്ത്രങ്ങൾ വന്നു ചേരുക, അങ്ങനെ നിരവധി കാര്യങ്ങൾ സാധിക്കുവാൻ ഈ ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് അനുഗ്രഹപ്രദമാണ്. തൊഴിൽ രംഗത്ത് മികവ് പുലർത്തുക വഴി പ്രമോഷൻ കിട്ടുക, തീരുമാനങ്ങൾ എടുക്കുന്നത് ശരിയാകുക, സ്വന്തമായ ബിസിനസ്സുകൾ ചെയ്യുന്നവർ, ഉൽപ്പാദിത രംഗങ്ങൾ ചെയ്യുന്നവർ, അവർക്കൊക്കെ സ്വന്തമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നല്ല വിജയങ്ങൾ വന്നു ചേരുവാനുള്ള നല്ല തേജസ്സും ഓജസ്സും ബുദ്ധി വികാസവും ഒക്കെ കിട്ടുവാൻ
അനുകൂലമായിരിക്കുന്നു. അത് കലാകാരന്മാരായിരിക്കുന്നവർക്ക് നല്ലതാണ്. പ്രസിദ്ധി വന്നു ചേരുക, ധനം വന്നു ചേരുക, പുതിയ പുതിയ കരാറുടമ്പടികളിൽ ഒപ്പുവെച്ച് സ്വന്തം നാട് വിട്ടൊക്കെ കലാരംഗങ്ങളുമായി ബന്ധപ്പെട്ട് യാത്ര പോകുന്നതിനുമൊക്കെ ആ ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് വളരെ അനുകൂലമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തുകയും യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ചൊക്കെ പ്രാർത്ഥിക്കുക. ശുക്രൻ്റെ അനുഗ്രഹത്താൽ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്കെല്ലാം നല്ല അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അവരവരുടെ ജാതകാൽ ശുക്രൻ ഏത് രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് അനുഗ്രഹപ്രദമാണോ, അത് വീട് വെക്കാനൊക്കെ നല്ല അനുകൂലമാണോ, തടസ്സങ്ങളുണ്ടോ, അതുപോലെ തന്നെ വാഹനം വാങ്ങുന്ന കാര്യം, വിവാഹകാര്യ തടസ്സങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് അറിയുവാൻ ഒന്നുകിൽ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ട്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എൻ്റെ ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.